റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ജയിൽ ചാട്ടത്തിന് ശേഷം പിടിക്കപ്പെട്ട ഗോവിന്ദച്ചാമി പോലീസ് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജയിൽ ചാടാനായി കമ്പി മുറിച്ചു തുടങ്ങിയത് 8 മാസം മുൻപെന്ന മൊഴി. ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന ചിന്തയാണ് ജയിൽ ചാടാൻ കാരണം. ജയിൽ ചാടാൻ തയ്യാറെടുക്കുന്ന കാര്യം വേറെ 5 തടവുകാർക്ക് കൂടി അറിയാമായിരുന്നു. മറ്റ് തടവുകാർ ഇക്കാര്യത്തിൽ പ്രോത്സാഹനം നൽകിയെന്നും മൊഴി. ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ മൊഴിയുടെ നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ജയിൽ ചാട്ടത്തെ കുറിച്ച് സഹതടവുകാർക്കും അറിയാമെന്നുള്ള മൊഴി കൂടി ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്നത് ഒരു തടവുകാരനെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ് മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ? ആര്യ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി പിടിയിലായതിനു ശേഷം തിരിച്ച് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയതിന് പിന്നാലെ ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മറ്റ് DIGയുടെ ഒക്കെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും. ആ സമയത്താണ് കൂടുതൽ കാര്യങ്ങൾ ഗോവിന്ദച്ചാമി ഇന്നിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് താൻ ജയിൽ ചാടും എന്ന കാര്യം ജയിലിലെ മറ്റ് 5 സഹതടവുകാരോട് പറഞ്ഞു എന്നാണ് ഗോവിന്ദച്ചാമി പറയുന്നത്. പക്ഷേ ഇന്ന് തടവ് ചാടും എന്ന കാര്യം ആർക്കും അറിഞ്ഞിരുന്നില്ല. ഈ 5 പേരും ഗോവിന്ദച്ചാമിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഗോവിന്ദച്ചാമിയോട് പറഞ്ഞത്, ഇനിയിപ്പോൾ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, ജയിൽ ചാടിക്കഴിഞ്ഞാൽ വെറും 6 മാസം മാത്രമാണ് ശിക്ഷ, അതുകൊണ്ട് പിടിച്ചെങ്കിൽ പിടിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് താൻ ജയിൽ ചാടിയത് എന്നുമാണ് ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ജയിലിന്റെ വണ്ണമുള്ള കമ്പി, സെല്ലിന്റെ കമ്പി അത് മുറിച്ചു തുടങ്ങിയത് 8 മാസം മുമ്പാണ് എന്നാണ് ഗോവിന്ദച്ചാമി ജയിലിലെ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. എന്തായാലും മറ്റ് തടവുകാർ അറിഞ്ഞു എന്നുള്ളതും 8 മാസം മുമ്പ് തന്നെ ഇത് തുടങ്ങി എന്നുള്ളതും ഗോവിന്ദച്ചാമി തന്നെ പറയുന്നത് അത് വിശ്വസിക്കുകയാണ് ഏതാണ്ട് ജയിലധികൃതർ. പക്ഷേ എന്തുകൊണ്ട് മറ്റ് 5 തടവുകാർ ഇക്കാര്യം സൂചിപ്പിച്ചില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ജയിലധികൃതർ കാണുന്നുമുണ്ട്. 8 മാസം മുൻപ് തന്നെ ജയിലിന്റെ കമ്പി മുറിച്ചു തുടങ്ങിയതിൽ ഇതിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്നതും നിർണായകമായ ചോദ്യം തന്നെയാണ്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ടി വി പ്രസാദ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 8 മാസം മുൻപേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് ഗോവിന്ദച്ചാമി തന്നെ പറയുന്നു. ജയിലിന്റെ കമ്പി മുറിച്ചു മാറ്റാനുള്ള ശ്രമവും നടന്നു, സഹതടവുകാർക്ക് അറിയുകയും ചെയ്യാമായിരുന്നു. അപ്പോഴും ഈ 8 മാസം മുൻപേ ഈ കൂടുതൽ ഗോവിന്ദച്ചാമിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ശേഷം പിടിക്കപ്പെട്ട ഗോവിന്ദച്ചാമി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയതിന്റെ വിവരങ്ങളാണ്, നിർണായക വിവരങ്ങളാണ്. ടി വി പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മാസം മുൻപ് തന്നെ ഈ ആസൂത്രണം ഈ ഗോവിന്ദച്ചാമി നടത്തിയിരുന്നു. അപ്പോൾ 8 മാസം മുൻപ് തന്നെ ജയിലിന്റെ കമ്പി മുറിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നു. ഇത് തടവുകാർക്കും സഹതടവുകാർക്ക് 5 പേർക്ക് അറിയാമായിരുന്നു. അപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഒന്നും ശ്രദ്ധയിൽ ഈ ജയിലിലെ കമ്പി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്നതും നിർണായകമല്ലേ? അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ നേരത്തെയൊക്കെ രാവിലെ മുതൽ പറയുന്നത് പോലെ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഈ സംഭവമെല്ലാം കഴിഞ്ഞ് പോലീസ് പിടികൂടി തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. അപ്പോഴാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ ഓരോ കാര്യങ്ങളായി ഗോവിന്ദച്ചാമിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച സമയത്താണ് ഗോവിന്ദച്ചാമി പറഞ്ഞത്, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്തിറങ്ങി എന്നെ പിടിച്ചു കഴിഞ്ഞാലും 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന കാര്യം ഗോവിന്ദച്ചാമി പറഞ്ഞപ്പോഴാണ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോഴാണ് പറഞ്ഞത്, മറ്റ് 5 തടവുകാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു, താൻ എന്തായാലും ജയിൽ ചാടും എന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെല്ലാവരും കൂടി ചെയ്തത്. അവരാണ് ഇക്കാര്യം പറയുന്നത്, 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന കാര്യം. അങ്ങനെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ഗോവിന്ദച്ചാമി വിശദീകരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കമ്പി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നൊരുക്കം തുടങ്ങിയതായി പറയുന്നത്. അങ്ങനെയെങ്കിൽ ആര്യ, ഒരുപക്ഷെ ഇതിന്റെ ഇരട്ടിയോളം ഭാരമുണ്ടായിരുന്ന ഗോവിന്ദച്ചാമി ചപ്പാത്തി മാത്രം കഴിച്ച് പകുതിയാകാൻ തുടങ്ങിയത് ഏകദേശം ഈ പറയുന്ന 6 മാസത്തിന് മുകളിലായി കാണും എന്ന കാര്യം ഉറപ്പാണ്. ഒരുപാട് കാലങ്ങളായി തുടരുന്ന ഒരു വലിയ ശ്രമമാണ്, വലിയ ആസൂത്രണമാണ്
ഇന്ന് പാളിപ്പോയത്. മറ്റു കാര്യം കൂടി പറഞ്ഞത്, ഇത്രയേറെ മതിലുകൾ ഉണ്ട് എന്ന കാര്യം തനിക്കറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 1:15 പുറത്തിറങ്ങി ഏതാണ്ട് 4:30 വരെ അതിന്റെ ഉള്ളിൽ തന്നെ ഗോവിന്ദചാമിക്ക് നിൽക്കേണ്ടതായി വരുന്നത്. നിർണായകമായ വിവരങ്ങൾ കൂടിയാണ്. ജയിൽ ചാടാൻ 8 മാസം മുൻപേ ആസൂത്രണം നടത്തി, ഒപ്പം 5 സഹ തടവുകാർക്ക് കൂടി ഈ വിവരം അറിയാമായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഗോവിന്ദചാമി മൊഴിയിലൂടെ. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.